നമ്മൾ ചാപ്റ്റർ നമ്പർ 2 കണ്ടിന്യൂ ചെയ്യുന്നു. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇ വേസ്റ്റ് അഥവാ ഇലക്ട്രോണിക് വേസ്റ്റ്. ഇ വേസ്റ്റ് അഥവാ ഇലക്ട്രോണിക് വേസ്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഉപയോഗശൂന്യമായ യൂസ്ലെസ് ആയിട്ടുള്ള എല്ലാ ഇലക്ട്രോണിക് ഡിവൈസുകളെയും നമുക്ക് ഇ വേസ്റ്റ് എന്ന് വിളിക്കാം. അതായത് ലാപ്ടോപ്പുകൾ, ഡെസ്ക്ടോപ്പുകൾ, സെൽഫോണുകൾ, റെഫ്രിജറേറ്റർ, TV തുടങ്ങിയ ഉപയോഗശൂന്യമായ എല്ലാ ഡിവൈസിനെയും നമുക്ക് എന്ത് വിളിക്കാം? ഇലക്ട്രോണിക് വേസ്റ്റ് എന്ന് വിളിക്കാം. ആദ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ ഒരു വീഡിയോയിലൂടെ കടന്നു പോകാം. അതിനുശേഷം നമുക്ക് ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോയിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. നമ്മളിവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ കാര്യത്തിലേക്ക് കിടക്കുകയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഇ വേസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യത്തിൽ 5ാമത്തെ രാജ്യമായിട്ടാണ് ഇന്ത്യയെ കൗണ്ട് ചെയ്യുന്നത്. വളരെയധികം ഫാസ്റ്റായിട്ട് ഇ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു കൺട്രി ആയിട്ട് ഇന്ത്യ മാറിയിട്ടുണ്ടെന്ന് മാത്രമല്ല, ലോകത്തുള്ള വികസിത രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതലും ഇ വേസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നത്. പക്ഷേ ആ ഇ വേസ്റ്റ് എല്ലാം ഡംപ് ചെയ്യുന്നത് ഈ ഡെവലപ്പിംഗ് കൺട്രീസ് ആയിട്ടുള്ള ഇന്ത്യ ഉൾപ്പെടെയുള്ള ഡെവലപ്പിംഗ് കൺട്രീസിലേക്കാണ് ഈ ഇലക്ട്രോണിക് വേസ്റ്റ് എല്ലാം വരുന്നത് എന്നുള്ള കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ രാജ്യം യൂറോപ്യൻ കൺട്രീസിൻ്റെ അതുപോലെ അമേരിക്കയുടെയൊക്കെ ഇലക്ട്രോണിക് വേസ്റ്റ് ഡംപ് ചെയ്യാനുള്ള ഒരു രാജ്യമായിട്ട് മാറിയിരിക്കുന്നൊരു കാര്യം കൂടെ നമുക്ക് ബോധ്യം വേണം. സോ ദിസ് ഈസ് എ വെരി ഡേഞ്ചറസ് സിറ്റുവേഷൻ. അപ്പോൾ എന്താണ് ഈ വേസ്റ്റ് എന്നതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടൊരു ധാരണ വേണം. സോ വാട്ട് ഈസ് ഈ വേസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം. വാട്ട്സ് ഈ വേസ്റ്റ് എന്ന ചോദ്യത്തിന് ഉത്തരം എനി വി ക്യാൻ സേ എനി useless electronic device. Electronic device is a e-waste.
ഉപയോഗശൂന്യമായ ഏത് ഇലക്ട്രോണിക് ഡിവൈസിനെയും നമുക്ക് എന്ത് വിളിക്കാം? ഇ വേസ്റ്റ് എന്ന് വിളിക്കാം. എന്താണ് ഇ വേസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു കൻ സിംപ്ലി സേ എനി യൂസ്ലെസ് ഇലക്ട്രോണിക് ഡിവൈസ് ഇസ് എ ഇ വേസ്റ്റ്. എക്സാമ്പിളായിട്ട് നമുക്ക് എന്ത് പറയാം? എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം ഡെസ്ക്ടോപ്സ്, ലാപ്ടോപ്സ്, സെൽ ഫോൺസ്, റെഫ്രിജറേറ്റേഴ്സ്, ടി വി തുടങ്ങിയ എനി ഇലക്ട്രോണിക് ഗാഡ്ഗറ്റിനെയും നമുക്ക് യൂസ്ലെസ് ആയിട്ടുള്ള ഡാമേജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് ഡിവൈസിനെയും നമുക്ക് ഇലക്ട്രോണിക് വേസ്റ്റ് എന്ന് വിളിക്കാം. ഓക്കെ, അതേപോലെ ഏകദേശം 300 മില്യൺ കമ്പ്യൂട്ടർ ഒരു ലോകത്ത് ഒരു വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. 300 മില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 300 ഇൻറ്റു 10 ലക്ഷം, 10 lakhs. സോ ഇത്രയും ഇലക്ട്രോണിക് ഡിവൈസ് ഒരു വർഷത്തിൽ ലോകത്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതേപോലെ മറ്റൊരു കാര്യം, ഇത് ഏകദേശം 5 വർഷം മുമ്പ് പ്രിൻ്റ് ചെയ്ത ടെക്സ്റ്റ് ബുക്കാണ്. അതിലെ ഡേറ്റ അനുസരിച്ച് പറയുകയാണെങ്കിൽ ദ ഗ്ലോബൽ മൗണ്ടെയിൻ ഓഫ് ഇ വേസ്റ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു കണ്ടിന്യൂ ഗ്രോയിങ് അറ്റ് 8% എവറി ഇയർ. ഓരോ വർഷവും 8% തോതിൽ ഇ വേസ്റ്റ് ലോകത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഭയാനകമായ അവസ്ഥ നമുക്ക് ഏകദേശം പിടികിട്ടിയിട്ടുണ്ടാവും അല്ലേ? ഈ ഉൽപ്പാദിപ്പിക്കുന്ന ഈ വേസ്റ്റിൽ ഏകദേശം 15 മുതൽ 20% വരെ മാത്രമാണ് റീസൈക്കിൾ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ലാൻഡ് ഫില്ലിങ്ങിലും ഇൻസിനറേറ്ററിലേക്കും ഒക്കെ പോവുകയാണ്. അതായത് ഭൂമിയിൽ കുഴിച്ചിട്, കത്തിച്ച് കളയുക തുടങ്ങിയ ചില രീതിയിലൊക്കെ നമുക്ക് ഈ വേസ്റ്റിനെ നമുക്ക് ഡിസ്പോസ് ചെയ്യാം. അത് നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ കത്തിച്ച് കളയുന്നതും ലാൻഡ് ഫില്ലിങ്ങും ഒക്കെ ഡേഞ്ചറസ് ആയിട്ടുള്ള കണ്ടീഷൻസാണ്. അത് നമ്മുടെ ഭൂഗർഭജലത്തെ നശിപ്പിക്കുകയും നമ്മുടെ അന്തരീക്ഷത്തെ മലിനമാക്കുകയും അല്ലേ താപനം എന്നുള്ള മഹാവിപത്ത് അല്ലേ നമ്മളെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ വേസ്റ്റ് ഇതിലേക്ക് ഒരു കോൺട്രിബ്യൂട്ടറാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ എന്താണ് നമ്മൾ ഈ വേസ്റ്റ് ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് അല്ലേ? അപ്പോൾ വൈ ഷുഡ് ബി കൺസേൺഡ് അബൌട്ട് ഈ വേസ്റ്റ്? ഈ വേസ്റ്റിനെ കുറിച്ച് നമ്മളിങ്ങനെ ബേജാറാവേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആഗോള താപനത്തിൽ ഈ വേസ്റ്റ് ഒരു മുഖ്യ ഘടകമാണ് അല്ലേ? പക്ഷെ അത് മാത്രമല്ല, ഈ ഇ വേസ്റ്റ് എന്ന് പറയപ്പെടുന്ന ഇലക്ട്രോണിക് ഡിവൈസുള്ള ഈ വേസ്റ്റിൽ എന്തൊക്കെ കെമിക്കൽസ് ഉണ്ട് എന്ന് നോക്കാം. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കുറേ കെമിക്കൽസ് ഈ വേസ്റ്റിനകത്തുണ്ട്. ഒന്ന് ലെഡ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ലെഡ്, മെർക്യൂറി, കാഡ്മിയം, BFRs, ദാറ്റ് ഈസ് ബ്രോമിനേറ്റഡ് ഫ്ലെയിം റിട്ടാർഡൻസ് എന്നറിയപ്പെടുന്ന കുറേ അധികം കെമിക്കൽസ് ഏതിനകത്തുണ്ട്? ഈ വേസ്റ്റിനകത്തുണ്ട്. ഏതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ലെഡ്, മെർക്യൂറി. ഇപ്പം നമ്മളെ മദർ ബോർഡൊക്കെ ഉണ്ടല്ലോ, കമ്പ്യൂട്ടറിൻ്റെയും മോണിറ്ററിൻ്റെയും ഒക്കെ ബോർഡുകൾ, അതിനകത്തൊക്കെ ഈ ഡേഞ്ചറസ് ആയിട്ടുള്ള കുറേ സംഭവമുണ്ട്. കാഡ്മിയം, BFRs തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്താ? ഈ കെമിക്കൽസിൻ്റെ എന്ത് പ്രശ്നമാണ് ഉണ്ടാക്കുന്നത്? ഇപ്പോൾ ലെഡ് എന്താണ് പ്രശ്നക്കാരനാണോ എന്ന് ചോദിച്ചാൽ എവിടെയാണ് കാണുന്നത്? ഇതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ലെഡ് എവിടെയാണ് കാണുന്നത്? ഫൗണ്ട് ആസ് സോൾഡർ ഓൺ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ്. ഈ സോൾഡറിങ് അയൺ എന്നറിയപ്പെടുന്ന സാധനമില്ലേ, നമ്മൾ സോൾഡർ ചെയ്യാൻ ഉപയോഗിക്കുന്ന അയൺ, അതിനകത്ത് ലെഡുണ്ട്. ഈ ലെഡിൻ്റെ പ്രശ്നം എന്താ? ലെഡ് ക്യാൻ കോസ് ഡാമേജ് ടു ദ സെൻട്രൽ ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം, ബ്ലഡ് സെൽസ്, കിഡ്നീസ് ആൻഡ് ഇൻ ഹ്യൂമൻസ്. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക്? ഡേഞ്ചറസ് ആണ് ലെഡ്. എന്താ കാരണം? അത് നമ്മൾ നെർവസ് സിസ്റ്റത്തിനെ, നമ്മുടെ നാഡീവ്യവസ്ഥയെ തകർക്കും, ബ്ലഡ് സിസ്റ്റത്തിനെ, രക്തചംക്രമണ വ്യവസ്ഥയെ തകർക്കും, കിഡ്നിയെ ബാധിക്കും. എന്ത്? ലെഡ്. ഇതന്നെ പലതും ക്യാൻസറസ് ആണ്. അതുപോലെ മെർക്കുറിയെ സംബന്ധിച്ച്, മെർക്കുറി എവിടെയാണ്? ഫൗണ്ട് ഇൻ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡിലാണുള്ളത്. LCD സ്ക്രീനുകളിലുണ്ട്. എന്തൊക്കെയുണ്ട്? മെർക്കുറി ഉണ്ട്. LCD സ്ക്രീനിലുണ്ട്, പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡിലുണ്ട്, നമ്മൾ ഈ പറയുന്ന മദർ ബോർഡുകളിലൊക്കെ ഉണ്ട്. ഇദ്ദേഹം എന്ത് പ്രശ്നം ഉണ്ടാക്കുക? നേരത്തെ പറഞ്ഞ അത് തന്നെ, ബ്രെയിനിനെ ബാധിക്കും, നെർവസ് സിസ്റ്റത്തെ ബാധിക്കും, ഓർഗൻ ഡാമേജ് ചെയ്യും, മെൻ്റൽ ഇമ്പയർമെൻറ്റ്, ബുദ്ധിമാന്ദ്യം ഉണ്ടാക്കും. ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഈ എല്ലാം എന്താണ്? മെർക്കുറി ഇങ്ങനെ പ്രശ്നക്കാരനാണ് അല്ലേ? പിന്നെയോ അടുത്തത് കാഡ്മിയം എന്നുള്ളൊരു മെറ്റലാണ്. കാഡ്മിയം എവിടെയാണുള്ളത്? ഫൗണ്ട് ഇൻ ചിപ്പ് റെസിസ്റ്ററുകളിലുണ്ട്, സെമി കണ്ടക്ടർ ഡിവൈസുകളിലുണ്ട്. ഇതിൻ്റെ പ്രശ്നക്കാരൻ എന്താ? ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ക്യാൻസറസ് ആണ് അല്ലേ? അതുപോലെ കിഡ്നിയെ ബാധിക്കും, ക്യാൻസറസ് ആണ്, കിഡ്നിയെ ബാധിക്കും. അതേപോലെ പിന്നെന്താണ്? BFRs എന്നറിയപ്പെടുന്ന ബ്രോമിനേറ്റഡ് ഫ്ലെയിം റിട്ടാർഡൻസ്. ഇതിൻ്റെ പ്രശ്നം എവിടെയാണ് കാണുന്നത്? പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡിലുണ്ട്. അപ്പോൾ മദർ ബോർഡ് വളരെ ഡേഞ്ചറസ് ആണ്. എല്ലാ ഇലക്ട്രോണിക് സിസ്റ്റത്തിലെ മദർ ബോർഡിനെ കരുതിയിരിക്കുക. അതേപോലെ എല്ലാ ഈ സ്ക്രീനുകൾ അത് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു കാരണവശാൽ കുട്ടികളുടെ കയ്യിലോ നമ്മളെ കയ്യിലോ അത് വരാൻ പാടില്ല.
സ്ക്രീനുകൾ പൊട്ടി ഡാമേജ് ആയ സ്ക്രീന് കുട്ടികളുടെ കയ്യിൽ വരാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെ ഇതിനകത്തൊക്കെ ടോക്സിക് ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. ക്യാൻസറസ് ആണ് സംഭവം. ഈ BFR എന്ന് പറയും, ബ്രോമിനേറ്റഡ് ഫ്ലെയിം റിട്ടാർഡൻ്റ് എന്ന് പറയും. അപ്പോൾ ജനറലായിട്ട് നമുക്ക് എന്ത് പറയാം, ഈ ഇലക്ട്രോണിക് വേസ്റ്റിൽ കുറേ മെറ്റൽസ് ഉണ്ട്. ഏതൊക്കെ മെറ്റൽസാണ്? ലെഡ്, മെർക്കുറി, കാഡ്മിയം, അതേപോലെ പിന്നെ BFRs. ഇതൊക്കെ ഏതിലൊക്കെയാണ് കണ്ടുവരുന്നത്? ഇത് നമ്മുടെ സോൾഡറിങ് അയൺ, പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ്, PCB, LCD സ്ക്രീൻ, അതേപോലെ റെസിസ്റ്ററുകൾ, സെമി കണ്ടക്ടർ ഡിവൈസസ്, പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ്, പ്ലാസ്റ്റിക്കുകൾ, ഇതിൽ പലതും വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഇത് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ എന്താ? ഇത് നമ്മുടെ ബ്രെയിനിനെ ഡാമേജ് ചെയ്യും, നെർവസ് സിസ്റ്റത്തെ ബാധിക്കും, ബ്ലഡിനെ സിസ്റ്റത്തെ ബാധിക്കും, കിഡ്നിയെ ബാധിക്കും, അല്ലേ, നമ്മളെ ഓർഗൻ ഡാമേജ് ചെയ്യും, അതുപോലെ മെൻ്റൽ ഇമ്പയർമെൻറ്റ്, ബുദ്ധിമാന്ദ്യം സംഭവിക്കും, അതുപോലെ ക്യാൻസറസ് ആണ്, ക്യാൻസറിന് കാരണക്കാരനാണ്. അതുകൊണ്ട് ഇലക്ട്രോണിക് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ കേവലം ഒരു വേസ്റ്റ് അല്ല, അത് സൂക്ഷിച്ചുപയോഗിച്ചിട്ടില്ലെങ്കിൽ വളരെ ശാരീരികമായ പിന്നെ അസുഖങ്ങൾക്ക് കാരണമാകും. കിഡ്നിയെ ബാധിക്കും, നമ്മുടെ ഓർഗൻസിനെ ബാധിക്കും, ബ്രെയിൻ സിസ്റ്റത്തിനെ ബാധിക്കും, നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കും, അല്ലേ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഒരു ഇലക്ട്രോണിക് ഷോപ്പിൽ ഇലക്ട്രോണിക് റിപ്പയറിംഗ് ആയിട്ട് ഭാവിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മൾ കരുതിയിരിക്കുക, നമ്മൾ ഈ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് വർക്ക് ചെയ്തിട്ട് കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാൻ പോവുക, സോപ്പിട്ട് നന്നായിട്ട് കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാൻ പോകുന്നതുമൊക്കെ വളരെ പ്രയാസം സൃഷ്ടിക്കും. നമ്മളെ ശരീരത്തെ, കിഡ്നിയെ, ബ്രെയിനിനെ, ചിന്താശേഷിയെ, ബ്ലഡ് സർക്കുലേഷനെ ഒക്കെ ബാധിക്കും. അതുകൊണ്ട് വളരെ നമ്മൾ കെയർഫുള്ളായിട്ട് പിന്നെ ഹാൻഡിൽ ചെയ്യേണ്ട സംഭവമാണ് ഇലക്ട്രോണിക് വേസ്റ്റും അതുപോലെ ഇലക്ട്രോണിക് ഡിവൈസസും. പ്രത്യേകം കരുതിയിരിക്കുക. നൗ ഈ വേസ്റ്റിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. എന്താണ് അവസാനം ഈ വേസ്റ്റിന് സംഭവിക്കുന്നത്? അപ്പോൾ ഈ വേസ്റ്റിന് കൺട്രോൾ ചെയ്യാനുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഒരു EPA എന്നുള്ളൊരു ഏജൻസിൻ്റെ, എൻവയോൺമെൻറ്റ് അമേരിക്കൻ ഏജൻസി, അത് അവിടെ ഇരിക്കട്ടെ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉണ്ട്, PCB ഉണ്ട്. സെൻട്രൽ ഗവൺമെൻറ് ഇന്ത്യയിൽ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ആണ് ഈ വേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ നിർമ്മിക്കുന്നതും നടപ്പിലാക്കുന്നതും. അതേപോലെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, PCB എന്നുള്ള ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കേരള ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഓർഗനൈസേഷനാണ്. ഇതാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ വേസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. അതേപോലെ ഓൾ ഇന്ത്യ ലെവലിലാണെങ്കിൽ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ് ഈ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ നിർമ്മിക്കുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വി ഹാവ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. അത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥാപനമാണ്. ലോക്കൽ ബോഡീസ് ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ സംഭവം മാനേജ് ചെയ്യേണ്ടത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടത്. നമ്മൾ ഈ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഈ വേസ്റ്റുകളെ എങ്ങനെ നമുക്ക് ഡിസ്പോസ് ചെയ്യാം എന്ന് പറഞ്ഞാൽ നശിപ്പിച്ച് കളയാം, അല്ലെങ്കിൽ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള വേർഡ്. എങ്ങനെയാണ് ഈ വേസ്റ്റിനെ നമുക്ക് ഡിസ്പോസ് ചെയ്യാം? ഇത് പലപ്പോഴും എക്സാം ചോദിക്കുന്നത് എന്താണ് ഈ വേസ്റ്റ് എന്ന് ചോദിക്കാറുണ്ട്. മറ്റേ ഈ വേസ്റ്റ് കൊണ്ടുള്ള ഡേഞ്ചർ എന്താണ് അതിൻ്റെ അപകടകരമായ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ആ കെമിക്കൽസ് പറയണം. ഇനി ഇത് എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്. എങ്ങനെയാണ് ഇലക്ട്രോണിക് വേസ്റ്റിനെ നമ്മൾ മാനേജ് ചെയ്യുക? അപ്പോൾ നമ്മൾ the following disposal methods can be used for disposing e-waste. ഈ വേസ്റ്റിനെ ഡിസ്പോസ് ചെയ്യാൻ നമ്മൾ താഴെ പറയുന്ന കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഏതാണ്? ഒന്ന് റീയൂസ്, മറ്റൊന്ന് ഇൻസിനറേഷൻ, മറ്റൊന്ന് റീസൈക്ലിംഗ് ആൻഡ് ദ ലാസ്റ്റ് വൺ ലാൻഡ് ഫില്ലിംഗ്. ഈ 4 കാര്യങ്ങളാണ് നമുക്ക് ഈ വേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഡിസ്പോസലുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ള. എന്താണ് റീയൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, it refers to the second hand use or usage after equipment has been upgraded or modified. വേണം ഇങ്ങനെ പറയാം, it refers to the second hand use of an electronic device എന്ന് പറഞ്ഞാൽ എന്താണ്? റീയൂസ് ചെയ്യുക, സെക്കൻഡ് ഹാൻഡ് യൂസ്. അപ്പോൾ നമ്മൾ ഒരു പുതിയ മൊബൈൽ ഫോൺ വാങ്ങുക, എപ്പോഴാണ് വാങ്ങേണ്ടത്? അത്ര അത്യാവശ്യം ഉണ്ടാകുമ്പോഴേ വാങ്ങാം.
ഓൾറെഡി ഉള്ളത് തന്നെ മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ വേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് പറയാനുള്ളത്. പിന്നെ നമുക്ക് ചില ഫെസിലിറ്റീസൊക്കെ ആവശ്യമായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് മാറ്റേണ്ടി വരും. അങ്ങനെയാവുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ കയ്യിലുള്ള പിന്നെ ഈ സെക്കൻഡ് ഹാൻഡ് ഡിവൈസുകൾ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പഴയ ഇലക്ട്രോണിക് ഡിവൈസ് മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് വെറുതെ വീട്ടിൽ കെട്ടിക്കിടക്കാതെ ഏതെങ്കിലും സുഹൃത്തിനോ കുടുംബത്തിലെ ആർക്കെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്കോ അത് ഗിഫ്റ്റായിട്ടോ ഡൊണേഷനായിട്ടോ ഒക്കെ നൽകുക എന്നുള്ളത് തന്നെയാണ് റീയൂസ് എന്ന് പറയുന്നത്. നമ്മളൊരു മൊബൈൽ ഫോൺ പുതിയത് വാങ്ങി എങ്കിലും പഴയത് നമ്മൾ ആർക്കും കൊടുക്കാതെ പിന്നെ വീട്ടിൽ വെച്ചിരിക്കുകയില്ല. ഒന്നില്ലെങ്കിൽ അത് സെല്ല് ചെയ്യാം, മറ്റുള്ളവർക്ക് സെല്ല് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഡൊണേഷനായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഗിഫ്റ്റായിട്ട് കൊടുക്കാം. ഇത് നിങ്ങളെ ചോയ്സാണ്. എനിവേ നമ്മളൊരു പുതിയ ഡിവൈസ് വാങ്ങുന്നുണ്ട്, പഴയത് വീണ്ടും നമ്മൾ വീട്ടിൽ വെച്ചിരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ദാറ്റ് ഈസ് റീയൂസ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഹാൻഡ് യൂസ് ഓഫ് എൻ ഇലക്ട്രോണിക് ഡിവൈസിനെയാണ് റീയൂസ് എന്ന് പറയുന്നത്. പിന്നെയോ രണ്ടാമത്തത് ഇൻസിനറേഷൻ. ഇത് അത്ര പ്രോത്സാഹിപ്പിക്കുക, കത്തിച്ച് കളയുക. ഹൈ ടെമ്പറേച്ചറിൽ പ്രഷറിൽ കത്തിച്ച് കളയുക. അങ്ങനെ കത്തിക്കുമ്പോൾ പലപ്പോഴും പിന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് കത്തിപ്പോകാൻ സാധ്യതയുണ്ട്. വെരി ഹൈ ടെമ്പറേച്ചറിൽ ഇറ്റ് ഈസ് എ കൺട്രോൾഡ് ആൻഡ് കംപ്ലീറ്റ് കമ്പൽഷൻ പ്രോസസ് ഇൻ വിച്ച് വേസ്റ്റ് ഇസ് ബേൺഡ് ഇൻ എ ഇങ്ങനെ എഴുതണ്ട, ഇത് ഭയങ്കര സെൻറ്റൻസാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. എന്താണ് ഇൻസിനറേഷൻ? ഇൻസിനറേഷൻ എന്ന് പറഞ്ഞാൽ ഇൻ ദിസ് പ്രോസസ് ഓക്കെ, നമുക്ക് ഇങ്ങനെ എഴുതാം. ഇൻ ദിസ് process e-waste is burned at very high temperature and pressure. Temperature and pressure. Very high temperature പ്രഷറിൽ ഇത് കത്തിച്ച് കളയുന്ന പ്രോസസ്സിനെയാണ് ഇൻസിനറേറ്റ് ചെയ്യുക എന്ന് പറയുക. ഇൻസിനറേറ്റ് ചെയ്യുക. സോ വെരി ഹൈ ടെമ്പറേച്ചറിൽ, അത് 900 മുതൽ 1000 വരെ ഡിഗ്രി സെൻറ്റിഗ്രേഡുള്ള വെരി ഹൈ ടെമ്പറേച്ചറിൽ ഈ ഇലക്ട്രോണിക് ഡിവൈസ് കത്തിച്ച് കളയുന്നതിനെയാണ് നമ്മൾ ഇൻസിനറേഷൻ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു സംഭവം റീസൈക്ലിംഗ് ഓഫ് ഇ വേസ്റ്റ് എന്നാണ്. അതായത് നാം ഒരു ഡിവൈസ്, ഇപ്പോൾ ലാപ്ടോപ്പിൽ കുറേ ചിപ്പുകൾ, കുറേ കാർഡുകൾ ഒക്കെ ഉണ്ടാവും, കമ്പ്യൂട്ടറിലുണ്ടാവും. അത് വേണമെങ്കിൽ ചിലപ്പോൾ മറ്റ് ചില ഡിവൈസ് ഉണ്ടാക്കാൻ, ടോയ്സൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ റീസൈക്കിൾ ചെയ്യുക എന്ന് പറയുക. റീസൈക്കിൾ ചെയ്ത് യൂസ് ചെയ്യുക. ഒരു ഡിവൈസിൽ നിന്ന് കിട്ടുന്ന ഇലക്ട്രോണിക് കമ്പണൻസ്, അതിലെ കപ്പാസിറ്റർ, റെസിസ്റ്ററുകളൊക്കെ വേണമെങ്കിൽ നമുക്ക് മറ്റൊരു ഡിവൈസ് റിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റൊരു ഡിവൈസ് ഉണ്ടാക്കിയെടുക്കാനോ പിന്നെ അസംബിൾ ചെയ്യാനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്? റീസൈക്ലിംഗ് എന്ന് പറയുന്നത്. So what is recycling? Recycling is the process of making or manufacturing new product from a product that has originally served its purpose. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, കുറച്ചുകൂടി സിമ്പിളായിട്ട് എഴുതാം. എന്താണ് റീസൈക്ലിംഗ്? റീസൈക്ലിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് റീസൈക്ലിംഗ്. സൈക്ലിംഗ് ഈസ് ദി പ്രോസസ് of making new products from old products. പഴയ പ്രോഡക്റ്റിൽ നിന്ന് പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ്, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, റീസൈക്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പഴയ അതിലേതെങ്കിലും കമ്പണൻസ് ഒക്കെ ഉപയോഗിച്ച് മറ്റൊന്ന് റിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കാം, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ പുതിയ പ്രോഡക്റ്റ് തന്നെ ഉണ്ടാക്കാനും അസംബിൾ ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ 3-4 കമ്പ്യൂട്ടറിലെ കോമ്പണൻസ് ഉപയോഗിച്ച് നമുക്ക് പുതിയൊരു കമ്പ്യൂട്ടർ ഉണ്ടാക്കാം. ചിലപ്പോൾ ഒന്നിനകത്ത് ഹാർഡ് ഡിസ്ക് ആയിരിക്കും പോവുക, ഒന്നിനകത്ത് മദർ ബോർഡായിട്ടുണ്ടായിരിക്കും പോവുക, അല്ലേ? അപ്പോൾ നമ്മൾ പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് നമുക്കൊരു പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാം. സോ ദാറ്റ്സ് എ കൈൻഡ് ഓഫ് റീസൈക്ലിംഗ് മെത്തേഡ്. സോ അത് നമുക്ക് ഇലക്ട്രോണിക് വേസ്റ്റ് മാനേജ് ചെയ്യാൻ യൂസ് ചെയ്യാം. മറ്റൊന്നാണ്, തീരെ പ്രോത്സാഹിപ്പിക്കാത്ത മറ്റൊന്നാണ് ലാൻഡ് ഫില്ലിംഗ് എന്ന് പറയുന്നത്. വലിയ ഭൂമിക്കകത്ത് വലിയ ഗർത്തങ്ങൾ ഉണ്ടാക്കിയിട്ട് വലിയ കുഴികൾ എടുത്തിട്ട് അത് ഫില്ല് ചെയ്യുക. അതിനെയാണ് ലാൻഡ് ഫില്ലിംഗ് എന്ന് പറയുന്നത്. In this method, soil is excavated from the trenches made and waste materials buried in it. അതായത് ഇങ്ങനെ എഴുതാം, കുറച്ചുകൂടി സിമ്പിളായിട്ട് എഴുതാം. In this method, അല്ലേ? In this method, e-waste is buried കുഴിച്ചിട്ടു in
ബിഗ് ട്രെഞ്ചസ്. വലിയ കുഴികളെടുത്ത് അതിനകത്ത് കുഴിച്ചിടുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ലാൻഡ് ഫില്ലിംഗ്. ഇതും നമുക്ക് എന്തിനു യൂസ് ചെയ്യാം? ഈ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ 4 രീതിയിലാണ് നമുക്ക് പിന്നെ ഈ വേസ്റ്റ് മാനേജ് ചെയ്യാൻ പറ്റുക, ഡിസ്പോസ് ചെയ്യാൻ പറ്റുക. റീയൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ചത് മറ്റൊരാൾക്ക് കൊടുക്കുക, വിൽക്കുകയോ ഗിഫ്റ്റായിട്ട് കൊടുക്കുകയോ ദാനമായിട്ട് നൽകുകയൊക്കെ ചെയ്യുക. ഇൻസിനറേഷൻ 900 മുതൽ 1000 വരെയുള്ള സെൻറ്റിഗ്രേഡിൽ ഹൈ ടെമ്പറേച്ചറിൽ കത്തിച്ച് കളയുക. മറ്റൊന്ന് റീസൈക്കിൾ, ഒരു പ്രൊഡക്റ്റിൻ്റെ ചില ഭാഗങ്ങൾ ഉപയോഗിച്ച് പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുക. മറ്റൊന്നാണ് ലാൻഡ് ഫില്ലിംഗ്, ദാറ്റ് ഈസ് വലിയ ട്രെഞ്ച് എടുത്തിട്ട് ആ ട്രെഞ്ചിനകത്ത് ബെറി ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ലാൻഡ് ഫിൽ. ഇങ്ങനെയൊക്കെ നമുക്ക് ഈ വേസ്റ്റ് മാനേജ് ചെയ്യാം. ഇനി നമ്മൾ സ്റ്റുഡൻസിൻ്റെ റോൾ എന്താണ് ഈ വേസ്റ്റ് മാനേജ് ചെയ്യുന്നതിൽ? നമ്മൾ ഈ പറഞ്ഞ ഈ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. പിന്നെ ചില പ്രധാനപ്പെട്ട പോയിൻറ്റ്സ്, സ്റ്റുഡൻസ് റോൾ ഇൻ ഈ വേസ്റ്റ് മാനേജ് ഡിസ്പോസലിൽ എന്തൊക്കെയാണ്? സ്റ്റുഡൻറ്റ് റോൾ: സ്റ്റോപ്പ് ബൈയിങ് അൺനെസസറി ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ്. ആവശ്യമില്ലാത്ത എക്യുപ്മെൻറ്റ് വാങ്ങാതിരിക്കുക. ആവശ്യം ഉണ്ടാകുമ്പോൾ, അത്യാവശ്യം ആകുമ്പോൾ മാത്രം വാങ്ങുക. പുതിയ മൊബൈൽ വെറുതെ ഒരു രസത്തിന് വാങ്ങാതിരിക്കുക. അത് എന്ത് സാധനമാണെങ്കിലും അത് തന്നെ കേട്ടോ. അതിപ്പോൾ നമ്മുടെ ഈ പിന്നെ ഇലക്ട്രോണിക് ഡിവൈസ് മാത്രമല്ല, എന്താണെങ്കിലും. ഇപ്പോൾ പുതിയൊരു ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് നാളെ ഒരു കല്യാണം ഉണ്ടെന്ന് വിചാരിച്ച് വെറുതെ അതിനായിട്ടൊരു ഡ്രസ്സ് എടുക്കുന്ന രീതി അത്ര പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണെന്ന് ചിന്തിക്കുക. അത്രയേ ഉള്ളൂ. അത് ഓരോരുത്തരും ഇഷ്ടമാണ്. പക്ഷെ എന്നാലും നമ്മൾ പ്രകൃതിയെക്കുറിച്ചും കൂടെ ആലോചിക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കേണ്ടതാണ്, അല്ലേ? ദെൻ when electronic equipment get faulty, try to repair it. ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ് കേടുവന്നാൽ നന്നാക്കി ഉപയോഗിക്കുക. ഉടനെ തന്നെ അത് വലിച്ചെറിയാതെ നന്നാക്കി ഉപയോഗിക്കാൻ ശ്രമിക്കുക. ദെൻ പിന്നെയോ ട്രൈ റീസൈക്കിൾ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ്. ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് റീസൈക്കിൾ ചെയ്യാൻ ശ്രമിക്കുക. മറ്റുള്ളവർക്ക് സെല്ല് ചെയ്യുകയും പിന്നെ അതുപോലെ കേടുവന്ന് ഉപയോഗിച്ച് നന്നാക്കി എടുക്കുകയും ഒക്കെ ചെയ്യുന്ന റീസൈക്കിൾ ചെയ്യുക. മറ്റു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. അല്ലെങ്കിൽ ആർക്കെങ്കിലും അതിനു വേണ്ടി കൊടുക്കാൻ ശ്രമിക്കുക. ദെൻ നമ്മൾ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇഫ് യു റിയലി നീഡ് ടു ബൈ എ ന്യൂ ഇലക്ട്രോണിക് ഡിവൈസ്, ഇലക്ട്രോണിക് പുതിയത് നമുക്ക് വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ചൂസ് ഐറ്റം വിത്ത് ലെസ് ഹസാർഡസ്, അപകടകരമായത് അല്ലാത്തത് വാങ്ങുക. ഉദാഹരണം, നമ്മൾ ഈ വില കുറഞ്ഞത് വാങ്ങുന്ന ഒരു ടെൻഡൻസി നമുക്കുണ്ട്. പക്ഷേ അത് പലപ്പോഴും ഡേഞ്ചറസ് ആയിരിക്കും. ഉദാഹരണം, ടോയ്സ്, കുട്ടികൾക്ക് ടോയ്സ് വാങ്ങിക്കൊടുക്കുമ്പോൾ, പ്ലാസ്റ്റിക് ടോയ്സ് വാങ്ങിക്കൊടുക്കുമ്പോൾ, ഇലക്ട്രോണിക് ടോയ്സ് വാങ്ങിക്കൊടുക്കുമ്പോൾ അത് പക്ഷേ കുട്ടികൾക്ക് അതിനകത്തുള്ള മെറ്റീരിയൽസ് വളരെ ഡേഞ്ചറസ് ആവും. അതുകൊണ്ട് നമ്മൾ ഈ വില കുറഞ്ഞതിലേക്ക് ചാടി വീഴാതെ, അല്ലേ, ചാടി വീഴാതെ അത് കുട്ടിക്ക് ഉപദ്രവം അല്ലെങ്കിൽ ഡേഞ്ചറസ് ആണോ, ശരീരത്തിൽ അസുഖം ഉണ്ടാക്കുന്നതാണോ, അതിൻ്റെ ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാക്കുന്നതാണോ ഒക്കെ കരുതിയിട്ട് വേണം വാങ്ങാൻ. ദെൻ ഗ്രേറ്റ് റീസൈക്കിൾഡ് കണ്ടൻറ്റ്, പിന്നെ റീസൈക്ലിംഗ് ഓപ്ഷൻസ് ഉള്ളത് വാങ്ങണം. ചിലത് ഒറ്റ റീസൈക്ലിംഗ് കൊണ്ട് തീരുന്നതാണ്. അതുകൊണ്ട് എന്താണ്, കുറേ അധികം റീസൈക്കിൾ, ചില വാട്ടർ ബോട്ടിലൊക്കെ കാണാൻ പറ്റില്ല, ഒന്നിലധികം തവണ റീസൈക്കിൾ ചെയ്യാം, ചിലത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വാങ്ങണം. ഹയർ എനർജി എഫിഷ്യൻസി, നമ്മൾ ഈ സ്റ്റാറുകളൊക്കെ ഉണ്ടല്ലോ, എനർജി സ്റ്റാറൊക്കെ കണ്ടില്ലേ, ഈ നമ്മൾ റെഫ്രിജറേറ്റർ വാങ്ങുമ്പോൾ, വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ, അപ്പോൾ ആ സ്റ്റാർ കൂടുതൽ സ്റ്റാറുള്ളത്, ഇപ്പോൾ 5 സ്റ്റാറൊക്കെ ഉള്ളത് വാങ്ങിയാൽ അത്രയും കറണ്ടിൻ്റെ ഉപഭോഗം കുറയും. അതുപോലെ ലോങ്ങർ ലൈഫ് സ്പാൻ, വളരെ പെട്ടെന്ന് വരുന്നത് വാങ്ങാതിരിക്കുക, അതായത് ക്വാളിറ്റി ഉള്ളത് വാങ്ങുക. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ. ഓക്കെ, പിന്നെ ഈ visit manufacturer's website or call dealer to find out if they have take back program. അതായത് എന്താണ് ടേക്ക് ബാക്ക് പ്രോഗ്രാം എന്ന് പറയുക? ഒരു ഡിവൈസ് കേടുവന്നാൽ നമ്മൾ എവിടുന്നാണോ വാങ്ങിയത് ആ ഷോപ്പുകാരനെ തിരിച്ചെടുക്കാൻ ചില കേസിലെങ്കിലും ബാധ്യസ്ഥരാണ്. അവരെന്ത് ചെയ്യും? ആ ഷോപ്പുകാരൻ തിരിച്ച മാനുഫാക്ചറിങ് യൂണിറ്റിലേക്ക് തിരിച്ചയക്കും. അതായത് പ്രോപ്പറായിട്ട് ഇലക്ട്രോണിക് വേസ്റ്റ് മാനേജ് ചെയ്യുന്ന ഒരു ടേക്ക് ബാക്ക് പോളിസി ഉണ്ട്. അത് പുതിയത് കേടുവന്നല്ല, നമ്മൾ ഒരു 5-6 വർഷം ഉപയോഗിച്ച ഡിവൈസ് കേടുവന്നു, ഒരു മൊബൈൽ ഫോൺ കേടുവന്നു, അപ്പോൾ നമ്മൾ പറമ്പിലേക്ക് വലിച്ചെറിയല്ല വേണ്ടത്. ടേക്ക് ബാക്ക് പോളിസിയുള്ള ഡീലറിലേക്ക് തിരിച്ചെത്തിക്കുക. അവർ പ്രോപ്പർ ചാനലിലൂടെ റീസൈക്ലിംഗ് ഫെസിലിറ്റി ഉള്ളിടത്തേക്ക് അത് എത്തിക്കും. അപ്പോൾ പ്രോപ്പറായിട്ട് സയൻറ്റിഫിക്കായിട്ട് അത് റീസൈക്കിൾ ചെയ്യും. അപ്പോൾ ടേക്ക് ബാക്ക് പോളിസിയുള്ള സ്ഥലത്തുനിന്ന് ഡിവൈസസ് വാങ്ങാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, നല്ല വാറണ്ടിയുള്ള നല്ല ഡിവൈസ് വാങ്ങുക. അതുപോലെ ഡിസ്പോസിബിൾ മെറ്റീരിയൽസ് വാങ്ങാതിരിക്കാൻ ശ്രമിക്കുക. റീചാർജ് ബാറ്ററി ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ വാങ്ങുക. ഇപ്പോൾ എല്ലാം റീചാർജ് ബാറ്ററിയാണ്, അതുകൊണ്ട് ഞാൻ പ്രത്യേകം അത് പറയേണ്ട കാര്യം ഇല്ല. ഇനി ഈ വേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ഹരിത കമ്പ്യൂട്ടിംഗ് എന്ന് മലയാളത്തിൽ വേണമെങ്കിൽ പറയാം. എന്താണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ്?
Green computing is designing, manufacturing, using and disposing of computer and associated components such as monitors, printers, storage devices, etc. efficiently and effectively with minimal or no impact on environment. എന്നുള്ളതാണ് ഗ്രീൻ കമ്പ്യൂട്ടിങ്ങിൻ്റെ ഏറ്റവും സുന്ദരമായ ഡെഫിനിഷൻ. എന്താണ് അതിനകത്ത് പറയുന്നത് നോക്കാം നമുക്ക്. എന്താണ് ഗ്രീൻ കമ്പ്യൂട്ടിങ്? ഗ്രീൻ കമ്പ്യൂട്ടിങ് എന്താണ്? ഗ്രീൻ കമ്പ്യൂട്ടിങ് ഈസ് ദ ഡിസൈൻ ചെയ്യുക, മാനുഫാക്ചർ ചെയ്യുക, നിർമ്മിക്കുക, യൂസ് ചെയ്യുക, ഡിസ്പോസ് ചെയ്യുക. എന്തൊക്കെ? കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അസോസിയേറ്റഡ് കമ്പോണൻസ് സച്ച് ആസ് മോണിറ്റർ, പ്രിൻ്റർ, സ്റ്റോറേജ് ഡിവൈസ്. കമ്പ്യൂട്ടറുകൾ, മോണിറ്റർ, പ്രിൻ്റർ, സ്റ്റോറേജ് ഡിവൈസസ്, അതുപോലെ ലാപ്ടോപ്പുകൾ, അങ്ങനെയുള്ള എല്ലാ ഡിവൈസുകളും ഡിസൈൻ ചെയ്യുമ്പോഴും അങ്ങനെയുള്ള എല്ലാ ഡിവൈസും ഇലക്ട്രോണിക് ഡിവൈസസ് ഡിസൈൻ ചെയ്യുമ്പോഴും മാനുഫാക്ചർ ചെയ്യുമ്പോഴും യൂസ് ചെയ്യുമ്പോഴും ഡിസ്പോസ് ചെയ്യുമ്പോഴും എന്തൊക്കെ ശ്രദ്ധിക്കണം? മിനിമൽ ഇമ്പാക്റ്റ് ഓർ നോ ഇമ്പാക്റ്റ് ഓൺ എൻവയോൺമെൻറ്റ്. പ്രകൃതിക്ക് ഹാനികരമല്ലാത്ത രീതിയിൽ ഡിസൈൻ ചെയ്യുക, പ്രകൃതിയെ ബാധിക്കാത്ത രീതിയിൽ മിനിമലായിട്ട് ബാധിക്കുന്ന രീതിയിൽ മാനുഫാക്ചർ ചെയ്യുക, ഉപയോഗിക്കുക, വളരെ മിനിമലായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്ന രീതി ഉപയോഗിക്കുക, അതുപോലെ പ്രകൃതിക്ക് വല്ലാത്ത ഹാനികരമല്ലാത്ത രീതിയിൽ അതിനെ നശിപ്പിച്ച് കളയുക, ഡിസ്പോസ് ചെയ്യുക. ഈ ഇലക്ട്രോണിക് ഡിവൈസുമായിട്ട് ബന്ധപ്പെട്ട ഈ കാര്യങ്ങളെയാണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറയും. അതായത് ഇലക്ട്രോണിക് ഡിവൈസ് ഡിസൈൻ ചെയ്യുമ്പോഴും, അതായത് ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ഡിസൈൻ ചെയ്യുമ്പോൾ കമ്പനി മനസ്സിലാക്കണം ഇത് ഏറ്റവും കുറച്ച് കറണ്ടേ ഉപയോഗിക്കുകയുള്ളൂ, ഇത് പ്രകൃതിക്ക് വല്ലാത്ത ദോഷം ചെയ്യില്ല, അങ്ങനെയുള്ള ഡിസൈനിങ്ങിലേക്ക് പോകണം. മാനുഫാക്ചർ ചെയ്യുമ്പോൾ മിനിമൽ മെറ്റീരിയൽ കൺസ്യൂം ചെയ്തുകൊണ്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കണം. അനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽ ഡാമേജ് ചെയ്യാതെ വളരെ കൃത്യമായിട്ട് പ്ലാനിങ്ങോട് കൂടി വളരെ മിനിമം കോസ്റ്റോട് കൂടി അല്ലെങ്കിൽ മിനിമം കമ്പണൻസോട് കൂടി ആ ഡിവൈസ് ഡിസൈൻ ചെയ്യാൻ ശ്രമിക്കുക. യൂസ് ചെയ്യുന്ന നമ്മളും ആവശ്യമില്ലാതെ അത് കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും ഓൺ ചെയ്യുക, ഇത് വെക്കാതിരിക്കുക. എല്ലാ ഡിവൈസും ആവശ്യത്തിനനുസരിച്ച് ഓണാക്കുക, ഓഫാക്കുക. ഡിസ്പോസ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സ് യൂസ് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം, എന്താണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ്? നമുക്ക് ഇങ്ങനെ പറയാം, എങ്ങനെ പറയാം? ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രീൻ കമ്പ്യൂട്ടിംഗ് is the designing, manufacturing, using and disposing of electronic devices with minimal impact on the environment. So this is what green computing is: a designing, manufacturing, using and disposing of electronic devices with minimal impact on the environment. ഇതിനെയാണ് നമ്മൾ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പം ഒരു ഇലക്ട്രോണിക് ഡിവൈസ് നിർമ്മിക്കുന്ന ആളും ഡിസൈൻ ചെയ്യുന്ന ആളും ഉപയോഗിക്കുന്ന ആളും അത് നശിപ്പിച്ച് കളയുന്ന ആളൊക്കെ പ്രകൃതിയെ വല്ലാതെ ദ്രോഹം ചെയ്യാത്ത രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ എനർജി സ്റ്റാർ ലേബൽ എന്ന് പറയുന്നത്. എല്ലാ ഇലക്ട്രോണിക് ഡിവൈസിലും ഇപ്പം കാണാൻ പറ്റും. 5 സ്റ്റാർ, 4 സ്റ്റാർ, 3 സ്റ്റാർ ഒക്കെ ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റാർ ഉള്ളത് സെലക്ട് ചെയ്യുക. എനർജി സ്റ്റാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. പിന്നെ നമ്മൾ വീട്ടിലാണെങ്കിൽ തന്നെ എന്തൊക്കെ ചെയ്യണം? ടേൺ ഓഫ് ദ കമ്പ്യൂട്ടർ വെൻ നോട്ട് ഇൻ യൂസ്. കമ്പ്യൂട്ടർ ഉപയോഗിക്കാത്ത നേരത്തെ വെറുതെ ഓൺ ചെയ്ത് വെക്കരുത്. അത് ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്.
പവർ ഓൺ പെരിഫറൽ സച്ച് എസ് പ്രിൻ്റർ ഒള്ളി വന്നീട്. ഈ കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ പ്രിൻ്റർ ഓണായി കിടക്കുന്നുണ്ടാവും. ആ പ്രിൻ്റർ ഒന്ന് ഓഫ് ചെയ്തിട്ട് വെറുതെ പ്രിൻ്റർ പവർ പോകണ്ട. യൂസ് പവർ സേവർ മോഡ്. ഇപ്പോൾ മൊബൈൽ ഫോൺ ലാപ്ടോപ്പിലൊക്കെ ഉപയോഗിക്കാത്ത നേരത്തെ നമ്മൾ ചിലപ്പോൾ നമുക്ക് എപ്പോഴും ഓഫ് ചെയ്ത് വെക്കാൻ ഒരു പ്രയാസം ഉണ്ടാകും. ഒരു പക്ഷേ നമ്മൾ ഒരു ടീ ബ്രേക്ക് എടുക്കുമ്പോൾ ഓഫ് ചെയ്ത് പോയി വീണ്ടും ഓൺ ചെയ്യുക എന്നുള്ളത് ചിലപ്പോൾ കമ്പ്യൂട്ടറിന് തന്നെ കേടായിരിക്കും. അപ്പോൾ നമ്മൾ പവർ സേവർ മോഡ് എന്ന് പറയുന്ന സംഭവമുണ്ട്, അതിലേക്ക് ചേഞ്ച് ചെയ്യുക. ഓക്കെ. യൂസ് ലാപ്ടോപ്പ് റാദർ ദാൻ ഡെസ്ക്ടോപ്പ്. പണ്ട് ഡെസ്ക്ടോപ്പുകളായിരുന്നു കാര്യമായിട്ടുണ്ടായത്, അത് ഉപേക്ഷിച്ച് ലാപ്ടോപ്പ് ഉപയോഗിക്കുക. ഇപ്പോൾ എല്ലായിടത്തും ലാപ്ടോപ്പ് എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് ആ പോയിൻ്റ് എങ്കിലും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതാം. ടേക്ക് പ്രിൻ്റ് ഔട്ട് ഒള്ളി ഇഫ് നീഡ്. ആവശ്യമുള്ളപ്പോൾ മാത്രം പ്രിൻ്റ് ഔട്ട് എടുക്കുക. അതുപോലെ പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോൾ വെരിഫൈ ചെയ്യുക, ഇത് ഞാൻ പ്രിൻ്റ് ചെയ്താൽ ശരിയാവോ എന്നുള്ള കാര്യം. ഇതിലെന്തെങ്കിലും പ്രശ്നമുണ്ട്, പ്രശ്നങ്ങളൊക്കെ പ്രിൻ്റ് ചെയ്യുന്നതിന് മുമ്പ് ഡോക്യുമെൻറ്റിലെ കണ്ടൻറ്റിനകത്തുള്ള പ്രശ്നങ്ങളൊക്കെ പ്രിൻ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പരിഹരിക്കുക. പ്രിൻ്റ് ചെയ്തിട്ട് വെരിഫൈ ചെയ്തിട്ട് വീണ്ടും പ്രിൻ്റ് എടുക്കുന്ന രീതിക്ക് ആ ഒരു മാറ്റം അനിവാര്യമാണ്. അത് നമുക്ക് ഉപകാരപ്പെടും. നമുക്കറിയില്ല, ഓരോ പേപ്പറും വരുന്നത് ഈ മരമൊക്കെ മുറിച്ചിട്ടാണ് നമ്മളെ പ്രകൃതിയെ ബാധിക്കുന്നതാണെന്നുള്ള കാര്യം അറിയാം. പിന്നെ LCD മോണിറ്റർ ഉപയോഗിക്കുക. CRT മോണിറ്ററിന് പകരം അത് ഇക്കാലത്ത് LCD ആണ് എല്ലാവരും ഉപയോഗിക്കുന്നത്, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. യൂസ് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ വിത്ത് എനർജി സ്റ്റാർ ലേബിൾ. ഓക്കെ, ഈ പോയിൻ്റൊക്കെ നിങ്ങൾ ജസ്റ്റ് ഓർത്താൽ മതി. ഓക്കെ, എനർജി സ്റ്റാർ ലേബിളുള്ള സോളാർ എനർജി ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ ഉള്ളതാണ് ഓരോ പോയിൻറ്റ്സ് ആയിട്ട് പറയുന്നത്. നൗ നേരത്തെ പറഞ്ഞല്ലോ ഹൗ ടു മേക്ക് കമ്പ്യൂട്ടേഴ്സ് ഗ്രീൻ. ഇപ്പോൾ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്തൊക്കെയായിരുന്നു ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ? ഗ്രീൻ ഡിസൈൻ, ഗ്രീൻ മാനുഫാക്ചറിങ്, ഗ്രീൻ യൂസ് ആൻഡ് ഗ്രീൻ ഡിസ്പോസൽ. ഇതാണ് ഗ്രീൻ കമ്പ്യൂട്ടിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 പോയിൻറ്റ്സ്. ഡിസൈൻ ചെയ്യുമ്പോൾ മെഷീൻസ് ഡിസൈൻ ചെയ്യുമ്പോൾ, മെഷീൻസ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ, മെഷീൻസ് അതല്ലെങ്കിൽ ഡിവൈസ് യൂസ് ചെയ്യുമ്പോൾ, ഡിസ്പോസ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പ്രകൃതിക്ക് മിനിമൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ ഉപയോഗിക്കണം. അതാണ് എന്താണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇതേ പോയിൻറ്റ്സ് എഴുതിയാൽ മതി കേട്ടോ, ഇതേ പോയിൻറ്റ്സ് ഓക്കെ എഴുതിയാൽ മതി. അപ്പോൾ വേണമെങ്കിൽ ഹെഡിങ് ഇങ്ങനെ എഴുതാം: ടു പ്രൊമോട്ട് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ദ ഫോളോയിങ് 4 കോംപ്ലിമെൻ്ററി അപ്രോച്ചസ് ആർ എംപ്ലോയിഡ്. ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം? ഒന്നാമത്തേത് ഗ്രീൻ ഡിസൈൻ. ഡിസൈനിങ് എനർജി എഫിഷ്യൻ്റ് ആൻഡ് ഇക്കോ ഫ്രണ്ട്ലി കമ്പ്യൂട്ടർ സെർവർ പ്രൊജക്ടേഴ്സ് ആൻഡ് അതർ ഡിജിറ്റൽ ഡിവൈസ്. ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡിവൈസസ്, കമ്പ്യൂട്ടർ ആവട്ടെ, മൊബൈൽ ഫോൺ ആവട്ടെ, പ്രിൻറ്റിംഗ് പ്രൊജക്ടർ ആവട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഡിസൈനിങ് തന്നെ എനർജി എഫിഷ്യൻ്റ് ആയിട്ട് ഡിസൈൻ ചെയ്യുക. എന്നാലാണ്, അതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഒരു ഡിവൈസ് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ അത് ഇക്കോ ഫ്രണ്ട്ലി ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വന്നോളും അല്ലേ. ഡിസൈനിങ്ങിൽ തന്നെ രണ്ടാമത്തെ പോയിൻറ്റ്. സോ ദിസ് ഇസ് ഫസ്റ്റ് പോയിൻറ്റ്. സെക്കൻഡ് പോയിൻറ്റ്, ഗ്രീൻ മാനുഫാക്ചറിങ്. മിനിമൈസ് വേസ്റ്റ് ഡ്യൂറിങ് മാനുഫാക്ചറിങ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. കമ്പ്യൂട്ടർ ഇലക്ട്രോണിക് ഡിവൈസ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുമ്പോൾ വേസ്റ്റ് വരാത്ത അല്ലെങ്കിൽ വേസ്റ്റ് മിനിമൈസ് ചെയ്യുന്ന രീതിയിൽ ഉപയോഗിക്കുക, മാനുഫാക്ചർ ചെയ്യുക, നിർമ്മിക്കുക. മൂന്നാമത്തെ പോയിൻറ്റ്, ഗ്രീൻ യൂസ്. ഉപയോഗിക്കുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? മിനിമൈസ് ദ ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് പെരിഫറൽ ഡിവൈസസ്. നമ്മൾ പിന്നെ ആവശ്യമുള്ളപ്പോൾ മാത്രം കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുക, ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ കുറയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ അടുത്ത പോയിൻറ്റ്, നാലാമത്തെ പോയിൻറ്റ്, ഗ്രീൻ ഡിസ്പോസൽ. അതായത് എങ്ങനെയാണ് ഇതിനെ ഡിസ്പോസ് ചെയ്യേണ്ടത്? റീകൺസ്ട്രക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്ക് 4 പോയിൻറ്റ് മറ്റ് 4 പോയിൻറ്റ് എഴുതാം. ഏത്? റീയൂസ് അല്ലേ, റീയൂസ്, റീസൈക്കിൾ അല്ലേ, പിന്നെ അതുപോലെ ഇൻസിനറേറ്റ് ആൻഡ് ലാൻഡ് ഫില്ലിങ്. ഈ മെത്തേഡിൽ ഏതെങ്കിലും ആണ് ഉപയോഗിക്കേണ്ടത്. ഇതിൽ ആദ്യത്തെ മെത്തേഡാണ് അധികം യൂസ് ചെയ്യേണ്ടത്. ഗ്രീൻ ഡിസ്പോസൽ എന്ന് പറഞ്ഞാൽ റീയൂസും റീസൈക്കിളും ആണ് ശരിക്കും. റീയൂസ് അതുപോലെ റീസൈക്കിൾ, ഇത് രണ്ടും ഗ്രീൻ ഗ്രീൻ ഡിസ്പോസലാണ്. ഇൻസിനറേഷനും ലാൻഡ് ഫില്ലിങ്ങൊന്നും ഗ്രീൻ ഡിസ്പോസൽ അല്ല. റീയൂസ്, റീസൈക്കിൾ, ഇതാണ് ഗ്രീൻ ഡിസ്പോസൽ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ എഴുതേണ്ട പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇലക്ട്രോണിക് ഡിവൈസ്, ഈ പറഞ്ഞിരിക്കുന്ന ഗ്രീൻ കമ്പ്യൂട്ടിംഗ്. എന്താണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ? ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ദ ഡിസൈനിങ്, മാനുഫാക്ചറിങ്, യൂസിങ് ആൻഡ് ഡിസ്പോസിങ് ഓഫ് ഇലക്ട്രോണിക് ഡിവൈസസ് വിത്ത് മിനിമൽ ഇമ്പാക്റ്റ് ഓൺ ദ എൻവയോൺമെൻറ്റ്. എന്നിട്ട് വേണമെങ്കിൽ എഴുതാം ഗ്രീൻ ഡിസൈൻ, ഗ്രീൻ മാനുഫാക്ചറിങ്, ഗ്രീൻ യൂസ്, ഗ്രീൻ ഡിസ്പോസൽ എന്താണെന്ന് എഴുതുക. ഓക്കെ, സോ വി ഹാവ് ഡൺ വിത്ത് ഇ വേസ്റ്റ്. നമ്മൾ ഇ വേസ്റ്റ് വിശദമായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഇ വേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ കൂടെ കണ്ടുകൊണ്ട് നമുക്ക് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം.
എങ്ങനെയാണ് ഈ വേസ്റ്റ് ഡിസ്പോസൽ എന്നുള്ളതാണ് നമ്മളിവിടെ material has been pre-sorted and the hazards and contamination has been ഇതൊരു removed. വേസ്റ്റ് The material ഡിസ്പോസൽ is ready to enter our യൂണിറ്റ് primary shredder. During this process, material will be shredded into large pieces which can be picked off easily by staff on our picking line. പക്ഷേ നമ്മുടെ ഇന്ത്യയിലൊക്കെ Material then leaves the primary shredder and passes under an overband magnet. The overband magnet collects materials such as steel and ferrous items and passes it onto a picking line. On the picking line, staff pick off contamination, things that aren't quite fully separated, so that we have a very clean steel product coming off the end of that line. The material that is picked off then passes back through the process until it separates properly. The remaining material then passes into the secondary shredder and hammer mill, where it is further reduced in size and liberated from one another. Any pieces of aluminium still stuck to plastic will be separated in this stage. The material then passes onto a drum magnet, where any ferrous metals that were still embedded in plastic prior to liberation are removed. Material then enters the eddy current separator, where magnetic induction forces are used to separate materials that conduct electricity from materials that don't. The material that remains and was not ejected from the eddy current separator then passes on to our trommel, where glass and ceramics can be removed. From there, the material passes into our optical sorter, where we can further remove contaminants such as circuit boards and copper wire from our plastic stream. This brings us to the end of the process. We've effectively recovered valuable materials that were contained within e-waste, and we've also isolated the hazards that were also present in the e-waste. The hazardous materials that we've recovered are sent off for further refinement by companies such as Nearstar in Port Pirie, and the valuable materials can then be sold and used in manufacturing processes to make new products. So this is how your ഓക്കെ, ഈ ചാപ്റ്റർ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തില്ല. ഈ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ് നമ്മൾ ഇവിടെ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഈ സെഷൻ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ വേസ്റ്റ് കാരണം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവമാണ്. അതിനെ വളരെ ശാസ്ത്രീയമായിട്ട് നമ്മൾ അതിനെ സമീപിക്കേണ്ടതുണ്ട് എന്ന കാര്യം ഓർക്കുക. നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച് ഫോർ ലിസണിങ്. താങ്ക്സ് ടു യു ആൾ.